മനക്കോട്ട കെട്ടിയിട്ടും കാര്യമില്ല. പാലാ നഗരസഭ എന്ന പൊന്നാപുരം കോട്ടയിൽ കോൺഗ്രസ് തന്നെ രാജാവ്. നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിന്റെ കസേര തെറിച്ചത്. LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകിക്കൊണ്ട് പാർട്ടി വിപ്പ് 4 കോൺഗ്രസ് നേതാക്കന്മാർ ലംഘിച്ചത്. അവരെ 4 പേരെയും പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. പുറത്തായാലും പാലായിൽ കോൺഗ്രസ് ചെയർപേഴ്സൺ വരുമെന്നാണ് ടോണി ചെമ്മണി പറഞ്ഞിരിക്കുന്നത്. ഇനി ആരാകും ആ ചെയർപേഴ്സൺ കസേരയിലേക്ക് എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. ചെയർപേഴ്സൺ സ്ഥാനത്തിന് വനിതാ സംവരണമുള്ള പാലായിൽ വിമത കൗൺസിലർമാരിൽ നിന്നും 3 വനിതകളാണ് ഉള്ളത്. അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും. അതുകൊണ്ട് അവരിൽ ആരെങ്കിലും ആകുമെന്ന സൂചനകൾ പുറത്തേക്ക് വരികയാണ്. വലിയ ബഹളങ്ങളോടെയാണ് പാലാ നഗരസഭയിൽ കസേര തെറിപ്പിക്കൽ നാടകം അരങ്ങേറിയത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷമാരിൽ ഒരാളായ ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടമായത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ചർച്ചയായിരുന്നു. UDF പ്രതിനിധികളായിട്ട് ഭരണത്തിലേറിയ ദിയയ്ക്ക് അധികാരം നഷ്ടപ്പെടാൻ കാരണമായത് പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ്. സാധാരണയായിട്ട് ഇത്തരം പ്രമേയങ്ങൾ പ്രതിപക്ഷം മാത്രം ജയിപ്പിക്കാറില്ല. എന്നാൽ ഇവിടെ ദിയയുടെ സ്വന്തം മുന്നണിയായ UDFിലെ കടുത്ത ആഭ്യന്തര തർക്കങ്ങളും വിഭാഗീയതയുമാണ് തിരിച്ചടിയായത്. ഭരണപക്ഷത്തെ ചില കൗൺസിലർമാരും വൈസ് ചെയർപേഴ്സണും പാർട്ടി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നു. ആകെ 26 അംഗങ്ങളുള്ള പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം വിജയിക്കാൻ 14 വോട്ടുകൾ മാത്രം മതിയായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ വിമതരുടെ പിന്തുണയോടെ ദിയയ്ക്കെതിരെ 17 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. ഭരണപരമായ അഴിമതികളോ വ്യക്തിപരമായ വീഴ്ചകളോ കൊണ്ടല്ല, മറിച്ച് സ്വന്തം പാർട്ടിയിലെ അടിയൊഴുക്കുകളും കൂറുമാറ്റവും കാരണമായിരുന്നു ദിയയ്ക്ക് കസേര നഷ്ടമായത്. ചെയർപേഴ്സൺ ദിയ ബിനു ഉൾപ്പെടുന്ന പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സ്വതന്ത്ര കൂട്ടായ്മയും ഭരണമുന്നണിയിലെ കോൺഗ്രസ് കൗൺസിലർമാരും തമ്മിൽ ദീർഘനാളെ നിലനിന്നിരുന്ന കടുത്ത ഭിന്നതയാണ് ഈ നാടകങ്ങൾക്കെല്ലാം കാരണം. നഗരസഭയിലെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിലിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ഇത് കോൺഗ്രസ് കൗൺസിലറും ദിയയുടെ പിതാവുമായ സ്വതന്ത്ര കൗൺസിലർ ബിനു പുളിക്കക്കണ്ടവും തമ്മിൽ പരസ്യമായ കയ്യാങ്കളിയിലും പോലീസ് കേസിലും വരെ എത്തിനിന്നു. ദിയ ബിനുവിന്റെ ഭരണരീതിയിലും തീരുമാനങ്ങളിലും കോൺഗ്രസ് കൗൺസിലർമാർക്കും വൈസ് ചെയർപേഴ്സൺമാരായ മായ രാഹുലിനും കടുത്ത അതൃപ്തിയുമുണ്ടായിരുന്നു. തുടർന്ന് ഈ സ്വതന്ത്ര കൂട്ടായ്മയിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കാണിച്ച 6 ഭരണപക്ഷ കൗൺസിലർമാർ UDF നേതൃത്വത്തിന് കത്തും നൽകി. ഭരണപക്ഷത്തെ ഈ ആഭ്യന്തര കലഹവും ഭിന്നതയും പരസ്യമായതോടെ അവസരം മുതലെടുത്ത പ്രതിപക്ഷമായ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. ഈ തർക്കങ്ങൾ കാരണം ഭരണം വീഴുമെന്ന സാഹചര്യം ഒഴിവാക്കാൻ കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായിട്ട് വിപ്പ് നൽകിയിട്ടും 4 കോൺഗ്രസ് അംഗങ്ങൾ അത് ലംഘിച്ച പ്രമേയത്തെ അനുകൂലിച്ചു. അങ്ങനെയാണ് ഭരണം പോയത്. 4 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അപ്പോഴും കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ തന്നെയായിരിക്കും പാലാ നഗരസഭയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എത്രമാത്രം നടപ്പിലാകുമെന്ന് ഇനി കണ്ടറിയേണ്ടി വരും.